ഈ റേഷൻ കടകളിലെല്ലാം ഈ സെൽഫി പോയിൻ്റ് ഉണ്ടാക്കുക, അവർക്കെല്ലാം പുതുതായിട്ട് സഞ്ചി തയ്ക്കുക, അതേൽ മോദിയുടെ തിരുമുഖം അച്ചടിക്കുക, ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക, ഇങ്ങനെ കുറേ ചിലവുകൾ. ഈ ചിലവുകൾക്കുള്ള പണം എവിടെ നിന്നാണാവോ ഈ ബി വിജയേന്ദ്ര കണ്ടെത്തുന്നത്? അദ്ദേഹം ഏതെങ്കിലും പിതൃസ്വത്തായിരിക്കുമോ ഇതിനായിട്ട് നരേന്ദ്രമോദിക്ക് കൈമാറുന്നത്? അതോ നരേന്ദ്രമോദി തന്നെ പിതൃസ്വത്ത് എടുത്തുകൊണ്ട് വന്നാണോ ഈ ചെലവുകളൊക്കെ നടത്തുന്നത്? ബേലൂർ മഗ്ന എന്ന് പറയുന്നത് കർണാടക ഗവൺമെൻറ് കോളർ ഘടിപ്പിച്ച് അതിർത്തിയിലേക്ക് കടത്തിയ ആനയാണ്. ആ ആന അവരുടെ അതിർത്തി വിട്ട് നമ്മുടെ അതിർത്തിയിൽ വന്നു, നമ്മുടെ ജനവാസ കേന്ദ്രത്തിൽ വന്നു. അങ്ങനെയാണ് അജീഷ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അവർക്കും കൂടി ഭാഗികമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് കർണാടക ഗവൺമെൻറ് 15 ലക്ഷം അവരുടെ ഒരാൾക്ക് ആനയുടെ കുത്തോ ചവിട്ടോ എങ്ങനെയെങ്കിലും ഏറ്റ് മരിച്ചാൽ കൊടുക്കുന്ന അതേ സമാധാന തുകയാണ് 15 ലക്ഷം എന്ന് പറയുന്നത്. ആ 15 ലക്ഷം കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക BJP ഗവൺമെൻറ്റിന് അഥവാ BJPക്ക് പാർട്ടിക്ക് അത് ഒട്ടും രസിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ പാർട്ടിയിലെ ആരാണ് BY വിജയേന്ദ്ര, അദ്ദേഹം പറയുന്നു, പാർട്ടിയുടെ ഒരു മുഖ്യ നേതാവാണ്. അദ്ദേഹം പറയുകയാണ്, കർണാടകത്തിലെ ജനങ്ങൾ നികുതി കൊടുത്ത പണമാണ് കർണാടക ഗവൺമെൻറ് ഈ പറയപ്പെട്ട 15 ലക്ഷം രൂപ കേരളത്തിൽ ആനയുടെ ചവിട്ടേറ്റ് മരിച്ച മനുഷ്യന് കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യമെന്ത്? അത് അവിടുത്തെ ജനങ്ങളിലെ പിഴിയലല്ലേ എന്നാണ് അദ്ദേഹം കണ്ടെത്തിയ ഒരു മഹാ കണ്ടുപിടുത്തം. അദ്ദേഹത്തിന് ഏതെങ്കിലും നൊബേൽ പ്രൈസോ വല്ലതും കൊടുത്തില്ലെങ്കിൽ വലിയ കഷ്ടമാണ്. അതിനാരെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരൊന്ന്, ലോക സമാധാനത്തിലുണ്ട് നോബൽ പ്രൈസ്, അദ്ദേഹത്തിന് പേര് റെക്കമെൻഡ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എനിക്ക് പക്ഷേ അദ്ദേഹത്തോട് വേറെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് മോദി ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് നമ്മുടെ റേഷൻ കടയിൽ വരുന്ന ആൾക്കാർക്ക് സെൽഫി എടുക്കാനായിട്ട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എന്താണ് പറയുക, പെയിൻറ്റ് ചെയ്ത ഫോട്ടോയോ അല്ലെങ്കിൽ എന്താണ് ഉള്ളത് ഒരു ഗ്രോട്ടോയോ ഒക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഓടൊപ്പം നിന്ന് പിന്നെ സെൽഫി എടുക്കാനുള്ള സൗകര്യം ചെയ്തു വെച്ചിരിക്കണം. അതുപോലെ തന്നെ ഈ ഇത് കൊടുക്കുന്നവർക്ക്, അതായത് റേഷൻ വാങ്ങിച്ചു കൊണ്ടുപോകുന്നവർക്ക് സഞ്ചിയിൽ നരേന്ദ്രമോദി ഗ്യാരണ്ടി എന്നുള്ളത് അടിച്ചു വെച്ചിരിക്കണം. അങ്ങനെ എല്ലാ തരത്തിലും ഒരു നരേന്ദ്രമോദി ഇഫക്റ്റ് ഈ റേഷൻ, അതായത് നോർക്കണം, നമ്മൾ ഈ സെൽഫി പോയിൻ്റ് ഉണ്ടാക്കുന്നതിന് പണച്ചെലവുണ്ട്. അത് കേരളത്തിലെ മാത്രമല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തെ 142,86,00,000 ജനങ്ങളിൽ അവർ തന്നെ പറയണം 80 കോടിക്ക് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ 80 കോടി ജനങ്ങൾക്ക് റേഷൻ ഉൽപ്പന്നങ്ങൾ നൽകുന്നത് രാജ്യത്തെമ്പാടുമുള്ള റേഷൻ കടകൾ വഴിയാണ്. അപ്പോൾ ഈ റേഷൻ കടകളിലെല്ലാം ഈ സെൽഫി പോയിൻ്റ് ഉണ്ടാക്കുക, അവർക്കെല്ലാം പുതുതായിട്ട് സഞ്ചി തയ്ക്കുക, അതേൽ മോദിയുടെ തിരുമുഖം അച്ചടിക്കുക, ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക, ഇങ്ങനെ കുറേ ചിലവുകൾ. ഈ ചിലവുകൾക്കുള്ള പണം എവിടെ നിന്നാണാവോ ഈ ബി വിജയേന്ദ്ര കണ്ടെത്തുന്നത്? അദ്ദേഹം ഏതെങ്കിലും പിതൃസ്വത്തായിരിക്കുമോ ഇതിനായിട്ട് നരേന്ദ്രമോദിക്ക് കൈമാറുന്നത്? അതോ നരേന്ദ്രമോദി തന്നെ പിതൃസ്വത്ത് എടുത്തുകൊണ്ട് വന്നാണോ ഈ ചെലവുകളൊക്കെ നടത്തുന്നത്? എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, 1966 ഇവിടെ റേഷൻ സമ്പ്രദായം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ആ 1966 മുതൽ ഇന്ന് വരെ മുടങ്ങാതെ റേഷൻ സമ്പ്രദായം തുടരുകയാണ്. അതുകൊണ്ട് മാത്രം അതിനുശേഷം, അതായത് പിന്നെ ഗവൺമെൻറ്റുകളുടെ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കെടുകാര്യസ്ഥത മൂലം പട്ടിണി മരണം ഉണ്ടാകാം ഇടയ്ക്കൊക്കെ. പക്ഷേ ഈ അരി ലഭ്യമല്ലാത്തത് കൊണ്ട്, അതായത് അതിനു വേണ്ടിയാണ് 1966 മുതൽ അരി കേന്ദ്ര ഗവൺമെൻറ് സംഭരിക്കുന്നു, അത് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നു. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് 1966 മുതൽ നെല്ല് സംഭരിക്കുകയും അത് എല്ലാ സംസ്ഥാനങ്ങളുടെയും റേഷൻ കടകളിൽ എത്തിക്കുകയും ആ റേഷൻ കടകൾ വഴി കർഷകരിൽ ഉപഭോക്താക്കൾ, അതായത് അരി ആവശ്യമുള്ളവരിൽ എത്തിക്കുകയും ചെയ്യുന്നത്. ഇതുവരെ എത്ര ഗവൺമെൻറ്റുകൾ ഇന്ത്യ ഭരിച്ചു? ഈ ഒരു ഗവൺമെൻറ്റിനും തോന്നാത്ത ചിന്തയാണ് ഒരു സെൽഫി പോയിൻ്റ്, പ്രധാനമന്ത്രിയുടെ സെൽഫി പോയിൻ്റ് റേഷൻ കടകളിൽ വേണം, പ്രധാനമന്ത്രിയുടെ പടം ചാർത്തിയ സഞ്ചികളിൽ വേണം ഇത് കൊടുത്തയക്കാൻ എന്നൊക്കെയുള്ളത്. എന്ത് മ്ലേച്ഛമായ, എന്ത് വില കുറഞ്ഞ നിലവാര തകർച്ചയാണ്
ഒരു പാർട്ടി ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജനാധിപത്യത്തിൽ കാണിക്കുന്നത്? ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും കാണുകയും ഇതിനെതിരായിട്ട് നടപടിയെടുക്കുകയും ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. കാരണം ഇത് സംഭരിക്കുന്നത് എവിടെ നിന്നാണ്? അരി, ഗോതമ്പ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. അതായത് ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സംഭരിക്കുന്നത്. അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം പണം കൊടുത്താണ് സംഭരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എവിടെ നിന്നാണ് ഈ പണം സമ്പാദിക്കുന്നത്? അത് ജനങ്ങളിൽ നിന്ന് നികുതി പണമായും നികുതിയേതര പണമായും, അതായത് അവരിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന്, ഈ രാജ്യമൊട്ടാകെയുള്ള നികുതിദായകരിൽ നിന്നും നികുതിയേതര വരുമാന മാർഗങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന പണമാണ് ഉപയോഗിച്ച് ഇങ്ങനെ റേഷൻ വിതരണം നടത്തുന്നത്. അപ്പോൾ ഇതൊന്നും ഇവരുടെ ആരുടെയും പിതൃസ്വത്തോ ഒന്നുമല്ല, ഇവർക്ക് ആർക്കും അവകാശപ്പെട്ടതല്ല. ഒരു ജനാധിപത്യ ക്രമത്തിൽ ഗവൺമെൻറ്റിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ആ ഗവൺമെൻറ്റിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുന്നു. ആ പ്രധാനമന്ത്രിയുടെ നടത്തിപ്പ്, അത് അദ്ദേഹം എഫിഷ്യൻ്റായിട്ട് ഇത്തരം കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ഭരണാധിപനാണ്. അതിനാണ് ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ മുഖഭംഗി വിറ്റ് പാർട്ടിയെ വളർത്തുകയല്ല വേണ്ടത്. അതിനുവേണ്ടി അല്ല പണം ചെലവഴിക്കേണ്ടത്. ആ പണം കൂടി എഡിബിൾ ഓയിൽ കൊടുക്കാനോ അല്ലെങ്കിൽ മില്ലറ്റ്, ചെറുധാന്യങ്ങൾ കൊടുക്കാനോ ഒക്കെയാണ് ഗവൺമെൻറ് ഉപയോഗിക്കേണ്ടത്. ഇതാ നമുക്കറിയാം, റെയിൽവേ സ്റ്റേഷനുകളിലും സെൽഫി പോയിൻ്റ് ഉണ്ട്. ആ സെൽഫി പോയിൻ്റ് കണ്ടാൽ തന്നെ യഥാർത്ഥത്തിൽ ജനാധിപത്യ ബോധമുള്ള ഒരു പൗരനാണെങ്കിൽ അതെങ്ങനെ നശിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. കാരണം ഇത്രയേറെ പണം ചെലവഴിച്ച് ഒരു പ്രധാനമന്ത്രി, നോക്കൂ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയെ ഇതുവരെ ഭരിച്ച പ്രധാനമന്ത്രിമാരൊക്കെ അവരുടെ സെൽഫി പോയിൻ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിരുന്നെങ്കിൽ, അവരുടെ സെൽഫി പോയിൻ്റ് റേഷൻ കടകളിൽ സ്ഥാപിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ? അതിനുവേണ്ടി സ്ഥലം എവിടെ നിന്ന് കണ്ടെത്തുമായിരുന്നു? എത്രയെത്ര കോടികൾ, ദശകോടികൾ, ശതകോടികൾ ചെലവഴിച്ചാലായിരുന്നു അത്തരം സെൽഫി? ഇത്ര വികൃതമായ ചിന്താശക്തി ഉള്ളവർ BJPയിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാനൊരു സന്യാസിയാണ്. 2019 ഇലക്ഷന് മുമ്പ് അദ്ദേഹം ജനങ്ങളെ സംബോധന ചെയ്ത് പറഞ്ഞതാണ്, ഞാനൊരു സന്യാസിയാണ്, നിങ്ങൾക്ക് എന്നെ പ്രധാനമന്ത്രിയായിട്ട് വേണ്ട, എൻ്റെ പാർട്ടിയെ വിജയിപ്പിക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഭാണ്ഡവും തൂക്കി ഞാൻ എൻ്റെ സന്യാസത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, അങ്ങ് ആ സന്യാസത്തിലേക്ക് തന്നെ തിരിച്ചു പോവുക. ഇത്തരം വികലമായ ചിന്തകൾ ഡെമോക്രസിയുടെ മേൽ കെട്ടിവെച്ച് അങ്ങ് ഡെമോക്രസിയെ പോലും വികൃതമാക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതുപോലെ ബ്രാൻഡിങ് ഇല്ല എന്ന കാരണം കൊണ്ടാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് വിഹിതമായ ഷെയർ കിട്ടാതിരിക്കുന്നത്. ഉദാഹരണം, വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ് ബ്രാൻഡിങ്, വിഴിഞ്ഞം പദ്ധതിക്ക് ബ്രാൻഡിങ് നടത്തിയില്ല എന്ന പേരിലാണ് ആ പണം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് മിഷൻ ബ്രാൻഡിങ് നടത്താത്തത് കൊണ്ടാണ് അതിന് ഫണ്ട് അനുവദിക്കാത്തത്. തീർന്നില്ല, ബ്രാൻഡിങ് നടക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? നമ്മുടെ ഭവന പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ് 70,000 രൂപ മാത്രമാണ് ഒരു ഭവനത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്നത്. അത് വളരെ ചെറിയ തുകയാണ്. 5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ ചിലവുള്ളിടത്താണ് 70,000 രൂപ കൊടുക്കുന്നത്. അതിനും ബ്രാൻഡിങ് ഉണ്ടെങ്കിലേ കൊടുക്കൂ എന്ന് പറഞ്ഞ് ബ്രാൻഡിങ് ഇല്ലാത്തത് കാരണം അതും നിഷേധിക്കുന്നു. ഇത്തരം ജൽപ്പനങ്ങൾ, ഇത്തരം തരം താണ മാർഗങ്ങൾ ഉപയോഗിച്ച് പാർട്ടി വളർത്താൻ ശ്രമിക്കുന്നവർ സ്വന്തം മുഖം എല്ലാവരുടെയും മുൻപിൽ വിശുദ്ധമായി കാണിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അത് വികൃതമാക്കുക മാത്രമേ ഉള്ളൂ. ഡെമോക്രസിയെ തന്നെ വികൃതമാക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം പരിപാടികളിൽ നിന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പിന്തിരിയണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. മിസ്റ്റർ വിജയേന്ദ്ര, ഓർക്കുക, ഒരു മനുഷ്യൻ്റെ ജീവൻ ആ കുടുംബത്തെ മുഴുവനും മരിച്ചതിന് തുല്യമാക്കി കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് 15 ലക്ഷം രൂപ കർണാടക ഗവൺമെൻറ് കൊടുത്തെങ്കിൽ ആ കർണാടക ഗവൺമെൻറ് ഏത് രാഷ്ട്രീയം ഭരിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിലും ആ ഗവൺമെൻറ്റിനെ നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്, തിരസ്കരിക്കുകയും കുറ്റപ്പെടുത്തുകയും അല്ല ചെയ്യേണ്ടത്. അത് താങ്കളുടെ അന്തസ്സില്ലായ്മയും താങ്കളുടെ മനുഷ്യത്വരഹിതമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമാണ് അത് കാണിക്കുന്നത്.